മധ്യപ്രദേശിൽ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഗുണ. ഇവിടെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി സാക്ഷാൽ കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. സഖ്യസാധ്യതകളിൽ പ്രതീക്ഷ അർപ്പിച്ച് കോൺഗ്രസും രംഗത്തുണ്ട്. പക്ഷേ ഈ മണ്ഡലത്തിൽ ഗുണ പട്ടണത്തിന്റെ ഒത്ത നടുക്ക് ബി.ജെ.പിയെ വിജയിപ്പിക്കൂ, ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് വോട്ട് നൽകൂ എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയുള്ള ആ ഒരു വലിയ ഹോർഡിംഗ് അല്ലാതെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചോ പ്രചാരണത്തെക്കുറിച്ചോ ആളുകളുടെ ചിന്ത പോകുന്ന ഒന്നും കാണാൻ സാധിക്കില്ല. ഹിന്ദി ഹൃദയഭൂമിയിൽ മധ്യപ്രദേശിൽ 8 മണ്ഡലങ്ങൾ മെയ് 7 വിധിയെഴുതും. പക്ഷേ ആരവങ്ങളോ ആഘോഷങ്ങളോ ഇല്ലാത്ത പ്രചാരണമാണ് പട്ടണങ്ങളിലെ കാഴ്ച. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിക്ക് ഇങ്ങനെ 1-2 ഹോർഡിംഗ് എങ്കിലും കാണാം. കോൺഗ്രസിന് അതുമില്ല. പിന്നെ ഉള്ളത് 7-ാം തീയതി തിരഞ്ഞെടുപ്പാണ് എന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചില കട്ടൗട്ട്. പക്ഷേ ആളുകൾക്കറിയാം തിരഞ്ഞെടുപ്പാണ്, അവകാശമാണ് വോട്ട് ചെയ്യണമെന്ന്. डालेंगे वोट, जिसको डालते थे अब कुछ सोच कर डालना पड़ेगा. चुनाव तो अब पास में ही है और अब चुनाव की जगह काम की जगह उनकी सरकार में भी थे और रवे भी है. बस पहले उसमें ज़्यादा थे, इसमें भी थोड़े कम होंगे, बस इससे ज़्यादा क्या होता है. आपको एक दिन ये चाय बेच के कितना मिलता है? जो भी मिल जाए 300, 400, 200. उससे आप खुश है? खुश है और क्या है. प्रधानमंत्री लोन भी मिला था ना, उसमें दुकान खुली अपन. अच्छा. താൻ ജോലി ചെയ്താൽ ജീവിക്കാനുള്ളത് ഉണ്ടാക്കാമെന്ന് പൊതു അഭിപ്രായം. ഉൾപ്രദേശങ്ങളിലെ അവസ്ഥ ഇതിലും കഷ്ടമാണ്. വികസനവുമില്ല, വോട്ട് ചോദിച്ചാലും വരുന്നുമില്ല. ജില്ലാ കേന്ദ്രങ്ങളിൽ നേതാക്കൾ വന്ന് പൊതുസമ്മേളനം നടത്തി മടങ്ങും. സമയമുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി പുറത്തിറങ്ങിയ ഒരു പ്രകടനം. ബി.ജെ.പിക്ക് മികച്ച മേൽക്കൈ നൽകുന്ന മണ്ഡലമാണ് ഗുണ. സിറ്റിംഗ് MP 1.5 ലക്ഷം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലം. പക്ഷേ ഇത്തവണ ഒരു പ്രത്യേകത, സിറ്റിംഗ് MP കൃഷ്ണപാൽ സിംഗിനെ മാറ്റി 2019 1.5 ലക്ഷം വോട്ടിന് തോറ്റ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ബി.ജെ.പി സ്ഥാനാർത്ഥി. അപ്പോഴും ഇത്തവണ ബി.ജെ.പി ടിക്കറ്റിൽ ചമ്പൽ ഗ്വാളിയോർ മേഖലയുടെ കിരീടം വയ്ക്കാത്ത രാജാവ് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ജനം പറയുന്നു. ഗുണയിൽ നിന്ന് ജഗദീഷ് ബിഷ്ണുവൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.